പിതാവായ ദൈവം അവളുടെ ജീവിതകാലത്ത് ഒരത്ഭുതം പോലും ചുരുങ്ങിയ പക്ഷം പരസ്യമായത് അവൾ പ്രവർത്തിക്കരുതെന്ന് തീരുമാനിച്ചു. അതിനുള്ള ശക്തി സമ്മാനിച്ചിരുന്നുവെങ്കിലും പുത്രനായ ദൈവം തന്റെ ദിവ്യജ്ഞാനം മുഴുവനും അവളിലേക്ക് ഒഴുക്കിയെങ്കിലും അവൾ ഒരിക്കൽ പോലും അത് പരസ്യപ്പെടുത്താൻ അനുവദിച്ചില്ല. പരിശുദ്ധാത്മാവായ ദൈവമാകട്ടെ അപ്പസ്തോലന്മാരും സുവിശേഷകരും വഴി മറിയത്തെ പറ്റി വളരെ കുറച്ചു മാത്രം ക്രിസ്തുനാഥൻ അറിയപ്പെടാൻ ആവശ്യമായവ മാത്രം വെളിപ്പെടുത്താവൂ എന്ന് നിശ്ചയിച്ചു. മറിയം അത്യുന്നതന്റെ ഏറ്റവും വിശിഷ്ടമായ മാസ്റ്റർ പീസാണ്. അവളെയും അവളെ പറ്റിയുള്ള അറിവിനെയും അവിടുന്ന് തനിക്ക് മാത്രമായി സംഭരണം ചെയ്തു. അവൾ ദൈവപുത്രന്റെ അനുപമ മാതാവാണ്. പുത്രൻ അതുല്യായ തന്റെ അമ്മയെ അവളുടെ ജീവിതകാലത്ത് മറച്ചു വെച്ചുകൊണ്ട് വിനീതിയായി സൂക്ഷിച്ചു. മാലാഖമാരെക്കാളും മനുഷ്യരെക്കാളും ഉപരിയായി തന്റെ ഹൃദയത്തിൽ അവളോടുള്ള ബഹുമാനവും സ്നേഹവും നിറഞ്ഞു കവിഞ്ഞിട്ടും അപരിചിത എന്ന പോലെ സ്ത്രീ എന്ന് സംബോധന ചെയ്തുകൊണ്ട് അവിടുന്ന് അവളുടെ വിനയത്തെ പരിപോഷിപ്പിച്ചു. അവൾ മുദ്രവെച്ച നീരുറവയാണ്. പരിശുദ്ധാത്മാവിന് വിശ്വസ്തിയായ മണവാട്ടിയാണ് അവൾ. മറിയത്തിൽ അവിടത്തേക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അവൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ വിശ്വസ്തയും പരിശുദ്ധയുമായ ആലയമാണ്. പ്രപഞ്ചത്തിൽ എവിടെയുമുള്ള സാന്നിധ്യത്തെക്കാൾ അല്ല, ക്രൗവ്യന്മാരുടെയും ശ്രാപ്യന്മാരുടെയും മധ്യ എന്നതിനേക്കാൾ മറിയമാകുന്ന വിശുദ്ധ സ്ഥലത്ത് അവിടുന്ന് ഉപരി ദൈവിക പ്രഭാവത്തോടും മഹത്വത്തോടും കൂടി വസിക്കുന്നു. എത്ര വിശുദ്ധി ഉണ്ടായാലും ഒരു സൃഷ്ടിക്ക് പോലും പ്രത്യേക ആനുകൂല്യം കൂടാതെ മറിയമാകുന്ന പരിശുദ്ധ ആലയത്തിലേക്ക് പ്രവേശനം ഇല്ല തന്നെ.